നമസ്കാരം. +2 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോ ആണിത്. ഈ സബ്ജക്റ്റിനെ ആസ്പദമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 ആണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. കഴിഞ്ഞ വർഷം +1 C++ പ്രോഗ്രാമിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്, ക്യാരക്ടർ സെറ്റ്. എ ക്യാരക്ടർ സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എ ലാംഗ്വേജ് ക്യാൻ ഐഡൻറ്റിഫൈ. ഒരു ലാംഗ്വേജ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സ്പെഷ്യൽ സിമ്പിൾസ് ആവാം. നമ്മൾ കീബോർഡ്സിലൊക്കെ പലതരം സിമ്പിൾസ് കാണാറുണ്ട്. അത്തരം സിമ്പിൾസ് ആവാം. ഇതിനെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടോക്കൺസ്. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതാൻ ആവശ്യമായിട്ടുള്ള ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. അതായത് ടോക്കൺസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. വൺ ഓർ മോർ ക്യാരക്ടേഴ്സിൻ്റെ കോമ്പിനേഷന് നമുക്ക് എന്ത് പറയാം, ടോക്കൺസ് എന്ന് പറയാം. ടോക്കൺസ് ആർ 5 ടൈപ്സ്. 5 തരത്തിലാണ് ടോക്കൺസ് ഉള്ളത്. അവയാണ് കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് ടോക്കൺ ആണ് കീവേഡ്സ്. കീവേഡ്സ് കൺവേ എ സ്പെഷ്യൽ മീനിങ് ടു ദ കമ്പൈലർ. ദേ ആർ ഓൾസോ നോൺ ആസ് റിസർവ്ഡ് വേർഡ്സ്. അതായത് C++ പ്രോഗ്രാമിനകത്ത് കുറച്ച് റിസർവ്ഡ് വേർഡ്സ് ഉണ്ട്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ച് റിസർവ്ഡ് വേർഡ്സുകളുണ്ട്. ഇതിനാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡു, ഫോർ, എക്സെട്ര. നെക്സ്റ്റ് ടോക്കൺ, ഐഡൻറ്റിഫയേഴ്സ്. യൂസർ ഡിഫൈൻ വേർഡ്സ് ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, ഡാറ്റ ടൈപ്സ്, എക്സെട്ര. അതായത് മെമ്മറി ലൊക്കേഷൻസുകളെയും സ്റ്റേറ്റ്മെൻറ്റ്സുകളെയും ഡാറ്റ ടൈപ്സുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസേഴ്സ് എഴുതുന്ന വേർഡ്സുകളെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ യൂസർ ഡിഫൈൻ വേർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ, നമ്പർ 1, DOB, പ്ലേസ്, എക്സെട്ര. ഇനി ഐഡൻറ്റിഫയേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. ഒരിക്കലും ഒരു കീവേഡ് ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒരു ലെറ്ററോ അണ്ടർസ്കോറോ വെച്ച് എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യണം. തേർഡ് വൺ, സ്പെഷ്യൽ സിമ്പിൾസ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അതായത് അണ്ടർസ്കോർ അല്ലാത്ത ഒരു സ്പെഷ്യൽ സിമ്പിൾസും ഐഡൻറ്റിഫയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വൺ, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് പരിഗണിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ഈ 4 റൂൾസ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഒരു ഐഡൻറ്റിഫയർ എഴുതുക. നെക്സ്റ്റ് ടോക്കൺ, ലിറ്ററൽസ്. ലിറ്ററൽസ് ആർ ഡാറ്റ ഐറ്റംസ് ഹൂസ് വാല്യൂ ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അതായത് ഒരു പ്രോഗ്രാമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡാറ്റ ഐറ്റത്തിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ലിറ്ററൽസിൻ്റെ മറ്റൊരു പേരാണ് കോൺസ്റ്റൻസ്. C++ പ്രോഗ്രാമിൽ 4 തരത്തിലെ കോൺസ്റ്റൻസ് ആണുള്ളത്. ഇൻറ്റിജർ കോൺസ്റ്റൻസ്, ക്യാരക്ടർ കോൺസ്റ്റൻസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. എല്ലാ ഇൻറ്റിജർ നമ്പേഴ്സും ഇൻറ്റിജർ കോൺസ്റ്റൻസ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സും ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ്. ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻസ് ആണ്. ക്യാരക്ടേഴ്സിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് കോൺസ്റ്റൻസിന് എക്സാമ്പിളാണ് അരുൺ, ആപ്പിൾ, കോട്ടക്കൽ, എക്സെട്ര. നെക്സ്റ്റ് ടോക്കൺ, ഓപ്പറേറ്റർ. എൻ ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ യൂസ്ഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഡാറ്റാസിനെ നമ്മൾ ഓപ്പറൻഡ് എന്നും പറയും. ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. സിംഗിൾ ഓപ്പറൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
2 ഓപ്പറൻറ്റിൽ അപ്ലൈ ചെയ്യുന്നവയെ ബൈനറി ഓപ്പറേറ്റർ എന്നും 3 ഓപ്പറൻറ്റിൽ അപ്ലൈ ചെയ്യുന്നവയെ ടെർണറി ഓപ്പറേറ്റർ എന്നും പറയുന്നു. ഓപ്പറേറ്റർ കാറ്റഗറീസ്. ഫസ്റ്റ് കാറ്റഗറിയാണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. അരിത്തമാറ്റിക് ഓപ്പറേറ്ററിൽ വരുന്നത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻസ്. നെക്സ്റ്റ് കാറ്റഗറി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ വാല്യൂസ്. 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇതെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ട്രൂ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ ആയിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 1 ഓർ 0 വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. മറ്റൊരു കാറ്റഗറീസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. Logical operators allow us to combine 2 or more conditions. 2 or more conditions combine ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൻഡ്, ഓർ. ലാസ്റ്റ് ടോക്കൺ പഞ്ച്വേറ്റേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് കോമ, സെമികോളൻ, ഹാഷ്, ബ്രേസസ് എക്സെട്ര. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ കോമ, സെമികോളൻ ഇവയൊക്കെ ഉൾപ്പെടുന്ന ടോക്കൺസ് ആണ് പഞ്ച്വേറ്റേഴ്സ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡാറ്റ ടൈപ്സ്. ദീസ് ആർ മീൻസ് ടു ഐഡൻറ്റിഫൈ ദി ടൈപ്പ് ഓഫ് ഡാറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻ ഹാൻഡ്ലിംഗ് ദിസ് ഡാറ്റ. സിമ്പിളായി പറഞ്ഞാൽ ഒരു ഡാറ്റയുടെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നവയാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഇൻറ്റിജർ ഡാറ്റാസ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റ് യൂസ് ചെയ്യും. ക്യാരക്ടർ ഡാറ്റാസ് ആണെങ്കിൽ ക്യാർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. അപ്പം ഒരു ഡാറ്റയുടെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നവയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ മീൻസ് കൺവേർട്ടിംഗ് വൺ ഡാറ്റ ടൈപ്പ് ടു അനദർ ഡാറ്റ ടൈപ്പ്. അതായത് ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ 2 തരത്തിലാണുള്ളത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇൻ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ കമ്പൈലർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ. അതായത് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനിൽ ടൈപ്പ് കൺവേർഷൻ്റെ റെസ്പോൺസിബിലിറ്റി കമ്പൈലർക്കായിരിക്കും. ഇൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ യൂസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺവേർഷൻ. അതായത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനിൽ കൺവേർഷൻ്റെ റെസ്പോൺസിബിലിറ്റി യൂസർക്കായിരിക്കും. Next topic type modifiers. The keywords signed, unsigned, short and long are type modifiers. Keywords ആയ signed, unsigned, short, long ഇവയൊക്കെയാണ് നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് മെമ്മറി സ്പേസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Next topic expressions. Expressions are constituted by operators and required operands to perform an operation. അതായത് ഓപ്പറേറ്റേഴ്സും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഓപ്പറൻസും കമ്പൈൻ ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടോപ്പിക് വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിലെ വേരിയസ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Every user-defined word should be defined in the program before it is used. അതായത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എഴുതുന്ന എല്ലാ യൂസർ ഡിഫൈൻഡ് വേർഡ്സും അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുന്നു. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ എല്ലാ യൂസർ ഡിഫൈൻഡ് വേർഡ്സും യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡിക്ലെയർ ചെയ്യണം. എക്സാമ്പിൾ ഇൻറ്റ് n, sum എന്നീ വേരിയബിൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിലാണെന്നാണ് അർത്ഥം. ഫ്ലോട്ട്, റാഡ്, ഏരിയ എന്നീ വേരിയബിൾസ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ്. അതായത് റേഡ്, ഏരിയ എന്നീ വേരിയബിൾസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ടേക്ക് ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിനെ ടേക്ക് ചെയ്യാനും ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്
ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻപുട്ട് ഓപ്പറേറ്ററും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻപുട്ടിനെ റീഡ് ചെയ്യാനും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ സി ഇൻ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇൻപുട്ട് ഓപ്പറേറ്റർ എഴുതുക. ദെൻ ഏത് വേരിയബിളാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടത് ആ വേരിയബിൾ സെമിക്കോളൻ. അതുപോലെ സി ഔട്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് എഴുതുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ സ്പെസിഫിക് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ മെമ്മറി ലൊക്കേഷൻ യൂസിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് ഒരു ഡാറ്റ വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ സിമ്പൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ n ഈക്വൽ ടു 253. അതായത് n എന്ന വേരിയബിളിലേക്ക് 253 എന്ന ഡാറ്റ നമ്മൾ അസൈൻ ചെയ്യാണ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാണ്. ഈ ചാപ്റ്ററിലെ ഏതാനും ചില ടോപ്പിക്കുകളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. മറ്റു ടോപ്പിക്കുകൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.